കാർഗിൽ വിജയ് ദിവസിൻ്റെ 26 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യയുടെ പോരാട്ടത്തിൻ്റെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന കാർഗിൽ വാറിനെ മുന്നിൽ നിന്ന് നയിച്ച കാർഗിൽ സിംഹം എന്ന ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. അറിയാം, ഇൻഫോ ഡെസ്കിലൂടെ. ഒട്ടേറെ ഇന്ത്യൻ യുദ്ധവീരന്മാരുടെ സമാനതകളില്ലാത്ത ധീരതയുടെയും തിളക്കമാർന്ന രക്തസാക്ഷിത്വങ്ങളുടെയും ജ്വലിക്കുന്ന ഏടാണ് കാർഗിൽ. 1999 തീവ്ര പോരാട്ടം നടന്ന ആ കുന്നിൻ മുകൾ ബത്ര ടോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അതെ, പാകിസ്ഥാൻ സേനയോട് പോരാടി വീരമൃത്യു വരിച്ച കാർഗിൽ യുദ്ധവീരൻ ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ഓർമ്മയ്ക്കാണ് ആ പ്രദേശത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഏദിൽ മാങ്കേമോർ എന്ന ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ മുദ്രാവാക്യം കാർഗിൽ കൊടുമുടികളിൽ നിന്ന് ഇപ്പോഴും പ്രതിധ്വനിക്കുന്നുണ്ടെന്നാണ് ഇരട്ട സഹോദരൻ വിശാൽ ബത്ര ആവേശത്തോടെ പറയുന്നത്. വീരരക്തസാക്ഷിത്വത്തിൻ്റെ സ്മരണകളുമായി അദ്ദേഹം ഒരു തീർത്ഥാടനം പോലെ ഒന്നിടവിട്ട വർഷങ്ങളിൽ കാർഗിലിലേക്ക് എത്തിച്ചേരും. രക്തസാക്ഷിത്വത്തിന് ശേഷം ദ്രാസിലെ കടുവ, കാർഗിൽ സിംഹം, കാർഗിൽ ഹീറോ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ബത്ര ഹിമാചൽ പ്രദേശിലെ പാലംപൂരിലുള്ള ഗുഗ്ഗറിലാണ് ജനിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ സൈനികനാകുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അധ്യാപക ദമ്പതികളുടെ മകനായി ജനിച്ച വിക്രം ടേബിൾ ടെന്നീസ്, കരാട്ടെ തുടങ്ങിയവയിൽ പ്രാവീണ്യം നേടി. ബത്ര സൈന്യത്തെ സ്വപ്നം കണ്ടു തുടങ്ങിയത് ഇക്കാലത്താണ്. 1995 കോളേജിൽ പഠന കാലയളവിൽ തന്നെ ഹോങ്കോങ്ങിലെ ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ ഉയർന്ന ശമ്പളത്തിൽ മർച്ചൻ്റ് നേവി ഓഫീസറായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. എന്നാൽ രാജ്യസേവനം എന്ന സ്വപ്നം പൂർത്തീകരിക്കാനായി അദ്ദേഹം ആ ജോലി വേണ്ടെന്ന് വെച്ചു. ഇന്ത്യൻ മേഖലയിലേക്ക് അതിക്രമിച്ചു കടന്ന പാകിസ്ഥാനെതിരെയുള്ള തിരിച്ചടിയാണ് കാർഗിൽ യുദ്ധമായി മാറിയത്. രണ്ട് ആണവ ശക്തികൾ തമ്മിൽ നടന്ന യുദ്ധമെന്ന നിലയിൽ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ നേടിയ യുദ്ധമായിരുന്നു കാർഗിൽ. ഭൗമനിരപ്പിൽ നിന്ന് അനേകായിരം അടി വരെ പൊക്കമുള്ള ചെങ്കുത്തായ മലമ്പ്രദേശത്ത് നടന്ന യുദ്ധം ലോക യുദ്ധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുർഘടമായ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു. കാർഗിൽ യുദ്ധം തുടങ്ങി ഒരു മാസം പിന്നിട്ട ശേഷമാണ് ബത്രയുടെ ബറ്റാലിയൻ അതിൽ അണിചേർന്നത്. 1999 ജൂൺ 19 അതിനിർണായകമായൊരു വിജയം ബത്രയും ബറ്റാലിയനും ഇന്ത്യക്ക് നേടിത്തന്നു. ഇതിനുശേഷം മുഷ്കോ വാലിയിലുള്ള പോയിന്റ് 4875 എന്ന 17,000 അടി പൊക്കമുള്ള മേഖല പിടിക്കാനായി ബത്രയുടെയും സംഘത്തിൻ്റെയും ശ്രമം. 80 ഡിഗ്രി ചരിവുള്ള ഇങ്ങോട്ടേക്കുള്ള യാത്ര ദുർഘടമായിരുന്നു. കാലാവസ്ഥ തീർത്തും പ്രതികൂലം. പനി കൊണ്ട് അവശനായ ബത്രയ്ക്ക് കമാൻഡിംഗ് ഓഫീസർ വിശ്രമം അനുവദിച്ചു. പോയിന്റ് 4875 ഇന്ത്യൻ സേനാംഗങ്ങൾ പിടിച്ചെങ്കിലും താമസിയാതെ പാക് പ്രത്യാക്രമണം തുടങ്ങി. ഇതോടെ പനിക്കിടക്ക വിട്ടെഴുന്നേറ്റ ബത്ര യുദ്ധരംഗത്തേക്ക് കുതിച്ചു. വിശ്രമം എടുത്തോളൂ എന്ന കമാൻഡിംഗ് ഓഫീസറുടെ നിർദ്ദേശം അദ്ദേഹം സ്നേഹപൂർവ്വം നിരാകരിച്ചു. പോയിന്റ് 4875 അദ്ദേഹം വീരോചിതമായി പോരാടി. എന്നാൽ ഇതിനിടെ പാക് ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കുപറ്റി. ഇതിനിടെ കൂട്ടത്തിലുള്ള മറ്റൊരു സൈനികനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അദ്ദേഹം ശത്രുദൃഷ്ടികളിൽ പെടുകയും പാക് സൈനികരുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഗുരുതര പരിക്ക് പറ്റുകയും ചെയ്തു. താമസിയാതെ അദ്ദേഹം വീരമൃത്യു കൈവരിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബറ്റാലിയൻ അംഗങ്ങൾ പോയിന്റ് 4875 കീഴടക്കുക തന്നെ ചെയ്തു. പിൽക്കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സൈനിക ബഹുമതിയായ പരംവീർ ചക്ര ക്യാപ്റ്റൻ വിക്രം ബത്രയ്ക്ക് നൽകപ്പെട്ടു. ബത്രയുടെ കഥ പശ്ചാത്തലമാക്കി 2021 ഷേർഷാ എന്ന ഹിന്ദി ചിത്രം പുറത്തിറങ്ങിയിരുന്നു. സിദ്ധാർത്ഥ് മൽഹോത്രയാണ് ക്യാപ്റ്റൻ വിക്രമിൻ്റെ റോൾ അതിൽ ചെയ്തത്. 2003 ഇറങ്ങിയ LOC കാർഗിൽ എന്ന സിനിമയും വിക്രമിൻ്റെ കഥാപാത്രമുണ്ടായിരുന്നു. ബത്രയുടെയും മറ്റുള്ള വീരന്മാരുടെയും രക്തസാക്ഷിത്വം വെറുതെയായില്ല. പാകിസ്ഥാനെ കീഴ്പ്പെടുത്തി 1999 ജൂലൈ 26 ഇന്ത്യൻ സേന കാർഗിലിൽ വെന്നിക്കൊടി പാറിക്കുക തന്നെ ചെയ്തു. ക്യാപ്റ്റൻ വിക്രം ബത്രയെ പോലെ ഒരുപാട് സൈനികർ ഇന്നും നമുക്ക് വേണ്ടിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും ഉറക്കമൊഴിഞ്ഞ് നമ്മുടെ അതിർത്തിയിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു ബിഗ് സല്യൂട്ട്.